ഹലോ എവ്രി വൺ. ഈറ്റുമന ഇല്ലത്തെ യക്ഷി എന്ന കഥയുടെ 9ാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടൻ തന്നെ കഥയിലേക്ക് കിടക്കാം. മായ കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് നടുക്കം പ്രത്യക്ഷപ്പെട്ടു. അമ്മയെക്കുറിച്ചാണ് മായ പറയുന്നത്. ഇവർ രണ്ടുപേരും അമ്മയുടെ കൂടപ്പിറപ്പുകളാണെന്നോ? ഇല്ലത്തുള്ളവരെല്ലാം ആ ബന്ധം ശക്തിയായി എതിർത്തു. മഹാദേവന് 3 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. ആർക്കും അന്യമതത്തിലെ ഒരു പെൺകുട്ടിയെ മഹാദേവൻ വിവാഹം കഴിക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. പക്ഷേ ഇല്ലത്തുള്ളവരാരും പറഞ്ഞതനുസരിക്കാതെ തന്നെ അവർ രഹസ്യമായി വിവാഹം കഴിച്ചു. എതിർപ്പുകൾ വകവയ്ക്കാതെ അവർ ഇല്ലത്തേക്ക് തന്നെ കയറി ചെല്ലുകയും ചെയ്തു. മായയുടെ മുഖം ചുവന്നു. നാൻസിയെക്കുറിച്ചോർത്ത് അവളുടെ ഹൃദയം നീറി. സത്യം അംഗീകരിക്കാൻ ഇല്ലത്തുള്ളവർ തയ്യാറായില്ല. അവർ നാൻസിയെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. വൈകാതെ അവർക്കൊരു മകൻ പിറന്നു. അവൾക്കവിടെ നേരിടേണ്ടി വന്ന പീഡനങ്ങളൊന്നും അവൾ ആരെയും അറിയിച്ചിരുന്നില്ല. ഞങ്ങളും അപ്പോഴൊന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ല. 2 വർഷക്കാലം അങ്ങനെ കഴിഞ്ഞു പോയിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം എൻ്റെ നാൻസി ചേച്ചി മരിച്ചുവെന്നുള്ള നടുക്കുന്ന വാർത്തയാണ് ഒരിക്കൽ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. എന്തിനായിരുന്നു നാൻസി സ്വയം അത് ചെയ്തതെന്ന് ആരും അറിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഞങ്ങളൊരിക്കൽ നാൻസിയുടെ കുഞ്ഞുമോനെ കാണാൻ വേണ്ടി ഈറ്റുമന ഇല്ലത്തേക്കെത്തി. അവിടെ വച്ച് ചേട്ടായിക്ക് നാൻസി ചേച്ചിയുടെ ഒരു ഡയറി കിട്ടി. അവരാരും കാണാതെ ചേട്ടായി അത് കൊണ്ടുവന്നു. അത് വായിച്ചപ്പോഴാണ് അത്രയും കാലം ചേച്ചി അവിടെ അനുഭവിച്ച യാതനകൾ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. ഈ ഇല്ലത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള രാഗിണി തമ്പുരാട്ടിയുടെ ഒരേയൊരു പുത്രനാണ് ശേഖർ. നാൻസിയുടെ ജീവിതത്തിൽ അയാൾ വില്ലനായി കഴിഞ്ഞിരുന്നു. പലപ്പോഴും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അവളെ ആ രാക്ഷസൻ ഒരിക്കൽ പിച്ചി ചീന്തി. ആരുമറിയാതെ ആ മനയ്ക്കുള്ളിൽ വെച്ച് അവളെ നശിപ്പിച്ചു കളഞ്ഞു. താൻ ചീത്തയായി പോയതോർത്ത് മനം നൊന്ത് നാൻസി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മായയുടെ വാക്കുകളിൽ വേദന നിറഞ്ഞു. നാൻസി ചേച്ചിയുടെ മരണം അവരിലുണ്ടാക്കിയ സങ്കടം ആ മുഖത്ത് കാർത്തിക് പ്രകടമായി കണ്ടു. അവൻ്റെ ഹൃദയവും വിറയ്ക്കുന്നുണ്ടായിരുന്നു. താനന്ന് കുഞ്ഞു പ്രായമാണ്. അമ്മ മരണപ്പെട്ടത് എങ്ങനെയാണെന്നോ എന്തിനാണെന്നോ മനസ്സിലാക്കാനുള്ള പ്രായം തനിക്ക് അന്നില്ലായിരുന്നു. വർഗീസിൻ്റെ കണ്ണിൽ നിന്നും തീപ്പൊരി തെറിക്കുന്നതായി അവന് തോന്നി. മായ വീണ്ടും കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചു. ഞാനന്ന് കൊച്ചുകുട്ടിയാണ്, പഠിക്കുന്ന പ്രായം. ശേഖർ ചേച്ചിയെ ഉപദ്രവിച്ചെന്നും അതുകൊണ്ടാണ് ചേച്ചി ജീവനൊടുക്കിയതെന്നും പറഞ്ഞപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ അന്നെനിക്ക് കഴിഞ്ഞില്ല. സത്യാവസ്ഥ വർഗീസേട്ടായി മഹാദേവനെ അറിയിച്ചു. ആ ഡയറി കയ്യിലെത്തിയപ്പോൾ മഹാദേവൻ ഒരു ഭ്രാന്തനെ പോലെ അലറി. സ്വന്തം കൂടപ്പിറപ്പുകളും കുടുംബവും തന്നെ തൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്ന വേദനയിൽ ആ പാവം മനുഷ്യൻ നീറിയെരിഞ്ഞു. നാൻസിയോട് ശേഖർ ചെയ്ത ദ്രോഹത്തിന് അവന് തക്കതായ ശിക്ഷ കൊടുക്കാൻ തന്നെ മഹാദേവൻ തീരുമാനിച്ചു. എന്നാൽ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയ മഹാദേവനെ സ്വന്തം ജ്യേഷ്ഠന്മാർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. നാട്ടുകാർക്ക് മുമ്പിൽ അതും ഒരു ആത്മഹത്യയായി മാറി. ഭാര്യയുടെ വേർപാടിൽ മഹാദേവൻ തമ്പുരാൻ ജീവനൊടുക്കിയിരിക്കുന്നു എന്നാണ് അവരെല്ലാവരോടും പറഞ്ഞത്. ആ അധ്യായം അവിടെ അവസാനിച്ചു. മായ കാർത്തികിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഇതാണ് മനയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. എൻ്റെ നാൻസി ചേച്ചിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാൻസി ചേച്ചിയുടെ മകനായ കണ്ണനെ കാണാതായി. ഞാനന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം. കണ്ണനെ കാണാനില്ലെന്നറിഞ്ഞ ഞാനും വീട്ടുകാരുമെല്ലാം വല്ലാതെ വിഷമിച്ചു. ഇല്ലത്തുള്ളവർ പോലീസിലെല്ലാം പരാതി നൽകി. പത്രത്തിലെല്ലാം പരസ്യം ചെയ്തു. പോലീസുകാരും ഇല്ലത്തെ തമ്പുരാക്കന്മാരും കണ്ണനെ അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിലും വന്നു. അവൻ അമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോയെന്ന് അവർക്കെല്ലാം സംശയമുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ശേഖർ എന്ന ആ പിശാചിനെ ആദ്യമായി കണ്ടത്. രാഗിണി തമ്പുരാട്ടിയുടെ മകൻ. അവൻ വീട്ടിൽ വന്നത് മുതൽ പോകുന്നത് വരെ എൻ്റെ ശരീരത്തിൽ നിന്നും കണ്ണെടുത്തിട്ടില്ല. കഴുകൻ കുത്തിവലിക്കുന്ന നോട്ടം കണ്ട് എൻ്റെ കാല് മുതൽ അറയ്ക്കുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ ചോദ്യവും നടപടിയുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോയി. ശേഖർ അവിടം വിട്ട് പോയ ശേഷമാണ് എനിക്ക് സമാധാനമായി ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റിയത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു.
പിറ്റേ ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരികയായിരുന്നു. കൂടെയുള്ള കൂട്ടുകാരികളെല്ലാം പിരിഞ്ഞ് റോഡിൽ ഞാൻ തനിച്ചായപ്പോൾ ശേഖർ അവൻ്റെ കൂട്ടുകാരുമൊത്ത് എൻ്റെ മുൻപിലേക്ക് ചാടി വീണു. നാൻസിയുടെ അനിയത്തി ആയതുകൊണ്ടാണോ എന്നറിയില്ല, അന്ന് അവിടെ വീട്ടിൽ വച്ച് കണ്ടപ്പോഴേ അയാൾ എന്നെ നോട്ടമിട്ടിരുന്നു. അയാൾക്ക് എന്നെ ഉപദ്രവിക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം. എതിർക്കാനോ രക്ഷപ്പെടാനോ എനിക്കന്ന് കഴിഞ്ഞില്ല. അവരെല്ലാവരും ചേർന്ന് എന്നെ ബലമായി ഇല്ലത്തിൻ്റെ പുറകുവശത്തെ വിറക് പുരയിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അയാളുടെ കാല് പിടിച്ച് കരഞ്ഞു. ശേഖരേട്ടാ, എന്നെ ഉപദ്രവിക്കല്ലേ. അപ്പനും അമ്മയും എന്നേ മരിച്ചുപോയ എനിക്ക് വർഗീസേട്ടൻ മാത്രമേ ഉള്ളൂ. പിന്നീടുണ്ടായിരുന്ന നാൻസി ചേച്ചിയും നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ ജീവൻ ഒടുക്കിയത്. എന്നെ ഉപദ്രവിക്കല്ലേ. മായയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ശേഖറിൻ്റെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. ഒട്ടും തന്നെ ആ കണ്ണുകളിൽ ദയ ഉണ്ടായിരുന്നില്ല. എടി പെണ്ണേ, നിന്റെ നാൻസി ചേച്ചിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അവൾ ഞങ്ങളുടെ ഇല്ലത്ത് കാലുകുത്തിയ അന്ന് മുതൽ അവിടെ സമാധാനം ഉണ്ടായിരുന്നില്ല. അന്യമതക്കാരിയായ അവൾ കാരണം ഇല്ലത്ത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി, കരയിപ്പിച്ചു. എന്നാൽ ഞാൻ അവളെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല. സുന്ദരിയായിരുന്നു അവൾ. ആ സൗന്ദര്യത്തിലായിരിക്കും ഇളയ തമ്പുരാൻ വീണുപോയതെന്ന് ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുണ്ട്. നാൻസിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവളെ സ്വന്തമാക്കാൻ ഒരവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഇല്ലത്ത് ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് ഞാൻ അവൾക്കരികിലെത്തി. അവളുടെ സമ്മതത്തോടെ അവളെ സ്വന്തമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അവളെ ബലമായി കീഴ്പ്പെടുത്തി. എൻ്റെ ആഗ്രഹം ഞാൻ നടത്തിയിരുന്നു. ഞാൻ ജയിച്ചു. ശേഖറിൻ്റെ വാക്കുകൾ കേട്ട മായ തരിച്ചുപോയി. ചേച്ചിയെ ശേഖർ ഉപദ്രവിച്ചു എന്നത് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾക്ക് നാൻസി ചേച്ചിയെക്കുറിച്ചോർത്ത് ചങ്ക് പടച്ചു. നിന്റെ ചേച്ചിയെ ഞാൻ ഉപദ്രവിച്ചു എന്നുള്ള സത്യം തന്നെ. എന്നാൽ കഥ അവിടം കൊണ്ട് തീർന്നില്ലല്ലോ. ആ സംഭവം മറയ്ക്കാനോ എന്നോട് ക്ഷമിക്കാനോ അവൾ തയ്യാറായില്ല. നല്ല പോലെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ അവൾ വിള്ളലുണ്ടാക്കി. ഞാൻ അവളോട് ചെയ്തതത്രയും വള്ളിപ്പുള്ളി വിടാതെ അവൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. എൻ്റെ ദാമ്പത്യ ജീവിതം അതോടെ നശിച്ചു. പ്രശ്നത്തിലായി. അവളുമായി ഞാൻ അകന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടും അവൾ അടങ്ങിയിരുന്നില്ല. ഇനിയും ലോകത്തോട് മുഴുവനും അവൾ എല്ലാ കാര്യവും തുറന്നു പറയുമെന്ന് അവൾ എന്നെ വെല്ലുവിളിച്ചു. അത് കേട്ടിട്ടും മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ അഹങ്കാരിയായ നാൻസി ചേച്ചിയെ ഞാൻ ഇല്ലാതാക്കി. അവൾ സ്വയം ആത്മഹത്യ ചെയ്തതല്ല, അവളെ ഞാൻ ഇല്ലാതാക്കിയതാണ്. ശേഖറിൻ്റെ വാക്കുകൾ കേട്ട മായ ആ നിമിഷത്തിൽ ഞെട്ടിത്തരിച്ചു പോയി. മായ തൻ്റെ കഴിഞ്ഞ കാലം കാർത്തിക്കിനോട് വിശദീകരിക്കുകയാണ്. അത് കേട്ട കാർത്തിക്കും ആ നിമിഷത്തിൽ ഞെട്ടിത്തരിച്ചു പോയി. ഈറ്റുമന ഇല്ലത്തെ യക്ഷി കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.